എന്താണോ അതിൻ്റെ ആശ്രയം അത് അന്നമാണ്. ഈ കാണുന്ന ശരീരത്തിൽ നിന്ന് അന്നത്തിനെ നീക്കിക്കഴിഞ്ഞാൽ പിന്നെ ശരീരം ഇല്ല. അപ്പോൾ ശരീരമാണ് അന്നമായിട്ട് വരുന്നത്. അപ്പോൾ ഈ അന്നം എന്ന പദത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ദേഹത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇത് ഭക്ഷണത്തിൽ നിന്നുണ്ടായി, ഭക്ഷണത്തിലൂടെ നിലനിന്നു, ഭക്ഷണത്തിലേക്ക് ലയിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാനല്ല, ഇത് വേറെ പലതിൻ്റെയും ഭക്ഷണമാണ്. ഇനി നമ്മുടെ ജീവിതം നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? കുറേ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിങ്ങനെ ശരീരമാക്കി വീർപ്പിച്ച് വെക്കും. അന്നേരം സ്വീകരിക്കാത്ത ഭാഗങ്ങളൊക്കെ വിസർജ്യമായിട്ട് പുറത്തേക്ക് പോകും. കുറേ കഴിഞ്ഞാൽ ഭക്ഷണം കൊണ്ടുണ്ടായ ഈ ശരീരം അത് സ്വയം ഭക്ഷണമായിട്ട് മാറി. അങ്ങനത്തെ ഒരു ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ നമ്മൾ ആലോചിക്കണം. അപ്പോഴേ നമ്മൾ ദേഹബോധത്തിൽ നിന്ന് മാറുള്ളൂ. ഉപനിഷത്ത് പഠനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് മാറുക എന്നുള്ള. അത് വിചാരം ശീലം കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. എത്രത്തോളം കാലം ഈ ദേഹവുമായിട്ട് താതാത്മ്യമുണ്ടോ, ദേഹത്തിൻ്റെ പ്രശ്നം നമ്മളുടെ പ്രശ്നമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതാണ് നമ്മളുടെ ഇഷ്യൂസ് മുഴുവൻ. അപ്പം എപ്പോഴും ഈ ഒരു വിട്ടു നിൽക്കല്ല. ഭഗവത്ഗീത പറയും അസംഗശസ്ത്രേണ ദൃഢേന ചിത്ത പറയും. അസംഗം, ഡിറ്റാച്ച്മെൻറ്റ്, അതുകൊണ്ട് അസംഗമാകുന്ന ആയുധം കൊണ്ട് ഇതിനെ വെട്ടിമാറ്റും സംസാരത്തിനെ. അപ്പം നമ്മൾ ജീവിക്കുമ്പം ഈ ബോധത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഹത്തിൻ്റെ ദുഃഖങ്ങൾ എൻ്റെ ദുഃഖമല്ല, ദേഹത്തിൻ്റെ ദുഃഖത്തിന് ഞാൻ സാക്ഷിയാകും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടെന്നല്ല പറഞ്ഞു. ഇങ്ങനെയാകുമ്പോഴേ നമുക്ക് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, വിട്ടു നിൽക്കുമ്പോൾ മാത്രം. ഇത് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് എടുത്തു പറയാം. അപ്പം ഇന്ന് നമുക്ക് മനനം ചെയ്യാനുള്ളത് ദേഹത്തിനെ നമ്മൾ നന്നായിട്ട് വിശകലനം ചെയ്യാം. ഇതുപോലെ ജീവിതത്തിനെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രം വേറെ ഉണ്ടായിട്ടില്ല. സയൻസൊക്കെ നമുക്ക് ജീവിത സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ മനുഷ്യനെ ജീവിതത്തിൻ്റെ 3 തലങ്ങളിലൂടെ വിഭജിച്ച് നമ്മുടെ ജീവിതം എന്താണ്, ജാഗ്രത സ്വപ്ന സുഷുപ്തി, ഈ അവസ്ഥയിലൂടെ പോയിട്ട് ഓരോ അവസ്ഥയിലും നമ്മൾ ഏതെല്ലാം ശരീരത്തിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്, ആ ശരീരം എന്താണ് എന്ന് പറഞ്ഞു തന്നിട്ട് ഇതൊന്നും ഞാനല്ല. അവസാനം അതാണ്, ഇതൊന്നും ഞാനല്ല, ഇതെല്ലാം എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ്. ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ ആത്മതത്വത്തിലേക്ക് എത്തുന്നുള്ളൂ. എന്നിട്ട് പറയണു ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഇതിനൊക്കെ ശ്ലോകം ഉണ്ട് എന്ന് പറയണം. ശ്ലോകം തദപ്യേഷ ശ്ലോകോ ഭവതി എന്ന് പറയണം. അന്നാദ്വൈ പ്രജായന്തേ യാകാശ പൃഥ്വീകം ശ്രിതാഃ അദോ അന്നേനൈവ ജീവന്തി അഥേനദപി യന്ത്യന്തദഃ അന്നഗം ഹി ഭൂതാനാം ജ്യേഷ്ഠം തസ്മാത് സർവൗഷധമുച്യതേ സർവം വൈതേന്നമാപ്നുവന്തി യന്നം ബ്രഹ്മോപാസതേ അന്നഗം ഹി ഭൂതാനാം ജ്യേഷ്ഠം തസ്മാത് സർവൗഷധമുച്യതേ അന്നാദ് ഭൂതാനി ജായന്തേ ജാതാനന്യേന വർദ്ധന്തേ അദ്യതേതി ച ഭൂതാനി തസ്മാദന്നം ദദുച്യത ഇതി. ഇതുവരെ ഇതിൻ്റെ കുറച്ച് ഭാഗം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അന്നത്തിനെ ശ്രേഷ്ഠം എന്ന് പറയുന്നത്? കാരണം ഇത് എല്ലാം അന്നത്തിൽ നിന്നുണ്ടായി, അന്നമായി നിലനിന്നു, അന്നത്തിലേക്ക് ലയിക്കുന്നു. അതുകൊണ്ട് അന്നം ഔഷധമാണ് എന്ന് പറയും. അന്നത്തിനെ ഔഷധം എന്ന് പറയുന്നു. ഔഷധം എന്ന് പറഞ്ഞാൽ നമ്മളെ നിലനിർത്തുന്നത് എന്ന അർത്ഥത്തിലാണ് ഔഷധം എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ശേഷം എന്തു പറയണം? ഈ അന്നത്തിനെ ബ്രഹ്മമായി ഉപാസിക്കുന്നവർ അവർ അന്നത്തിനെ സാക്ഷാത്കരിക്കുന്നു. ഈ കാണുന്നതെല്ലാം അന്നമാണ് എന്ന് മനസ്സിലാക്കി അന്നവുമായിട്ട് താതാത്മ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. പലരും ഇതിനെ അന്നമായിട്ട് കാണുന്നു എന്ന് പറയുമ്പം നമ്മൾ കാണുന്നതെല്ലാം ഭക്ഷണമാണ് എന്ന് വിചാരിക്കണം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അന്നം എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടായി അതാദ്യം നോക്കണം. പ്രകൃതിയിൽ നിന്നുണ്ടായി. അപ്പോൾ ഈ സ്ഥൂലമായി കാണുന്ന പ്രപഞ്ചത്തിനെ, അതിൻ്റെ ഒരു ഭാഗമാണല്ലോ ദേഹം, ഞാനാണ് എന്ന് കാണുന്നവർ, അതിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നവർ എന്തെല്ലാം നേടുമോ, ഉപാസനയുടെ ഫലമായിട്ട് എന്തെല്ലാം നേടുമോ അതൊക്കെ പ്രകൃതിയിൽ നിന്നുള്ളതാണ്. പ്രകൃതി നശ്വരമാണ്. അതുകൊണ്ട് ആ ഉപാസനയുടെ ഫലമായിട്ട് എന്തെല്ലാം ലഭിക്കുമോ
അതെല്ലാം നശ്വരമാണ്. അപ്പം നശ്വരമായതിനെ നേടാനല്ലല്ലോ നമ്മൾ ജനിച്ചത്. നമ്മൾ ജനിച്ചത് എന്താണ്? അനശ്വരമാണ് എന്ന് അനുഭവിക്കാനും അത് സാക്ഷാത്കരിക്കാനും. അപ്പോൾ ബ്രഹ്മോപാസന, അന്നത്തിന് ബ്രഹ്മോപാസന എന്നുള്ളത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ബ്രഹ്മമായിട്ട് കാണും. പ്രകൃതി ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രകൃതിയെ ബ്രഹ്മമായി കണ്ടു നമ്മൾ ഉപാസിക്കുമ്പോൾ നമുക്ക് സാധന ഫലമായിട്ട് പലതും കിട്ടും. പക്ഷേ അതൊക്കെ നശ്വരമാണ്, താൽക്കാലികമാണ്, ക്ഷണികമാണ്, കയ്യിൽ നിന്ന് പോകാനുള്ളതാണ്. അത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നില്ല. അതുകൊണ്ട് എന്തു വേണം? ദേഹത്തെ അന്നമായിട്ട് തന്നെ കണ്ട് ദേഹത്തിനേക്കാൾ സൂക്ഷ്മമായിട്ട് എന്താണോ ഉള്ളത്, അനശ്വരമായിട്ട് എന്താണോ ഉള്ളത്, അതിനെ ഉപാസിക്കണം. അതാണ് ഈ മന്ത്രത്തിൽ അതാണ് അന്നമയ കോശത്തിനെ കുറിച്ച് പറഞ്ഞപ്പം പ്രത്യേകമായിട്ടത് എടുത്തു പറയാനുള്ള കാരണം. അപ്പം ഞാൻ എന്ന് വിചാരിച്ച് ഈ ദേഹത്തിനെ പോഷിപ്പിക്കാൻ നടക്കുന്നവർ താൽക്കാലികമായിട്ട് പലതും നേടുമെങ്കിലും അത് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നില്ല. അതൊക്കെ നശിച്ചു പോകാനുള്ളതാണ്. ഒന്നിൽ ദേഹം നശിക്കും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയോ അതും നശിച്ചു പോകും. ഇനി പ്രകൃതിയെ തന്നെ നമ്മൾ ദൈവമായിട്ട് കണ്ട് ഉപാസിക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഉപകരിക്കും. പക്ഷേ അതും പ്രകൃതിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ മാറ്റത്തിന് വിധേയമാണ്, കയ്യിൽ നിന്ന് നശിച്ചു പോകാനുള്ളതാണ്. അപ്പം നശ്വരമായതിനു വേണ്ടി ജീവിതം നശിപ്പിക്കരുത്. അനശ്വരമായതിനു വേണ്ടിയിട്ട് വേണം ജീവിതം എന്ന അവസരം പ്രയോജനപ്പെടുത്താൻ. അത് കാരണം ബ്രഹ്മോപാസന ചെയ്യുമ്പോൾ അനശ്വരമായത്, ഏറ്റവും ശ്രേഷ്ഠമായതിനെ ഉദ്ദേശിച്ച് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ വേണം സാധന ചെയ്യാൻ എന്ന് ഈ മന്ത്രം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. തൈത്തിരീയ ഉപനിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ഉപാസന കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഉപാസനകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപനിഷത്തുകളൊക്കെ പഠിക്കുന്നത്. അപ്പം ഇങ്ങനെ വേണം ഉപാസനയിലേക്ക് ചേരാൻ. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ശരിയാണോ, ഞാൻ നേടിയെടുക്കാനുള്ളത് ശരിയാണോ, എനിക്ക് ആത്യന്തികമായ ദുഃഖനിവൃത്തി ഇതിൽ നിന്ന് കിട്ടുമോ, ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മളുടെ ഊർജം, ധനം, സമയം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് വിനിയോഗിക്കണം, ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ട് നമ്മൾ വിവേകം എന്ന് പറയുന്നത്. അതുപ്രകാരം ഞാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, ഈ ദേഹം എന്ന ഉപകരണത്തിനെ ഞാൻ വേണ്ട വിധം ഉപയോഗിക്കുന്നുണ്ടോ, ഞാൻ ഇതിനെ പഠിച്ചുകൊണ്ട് ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയിലേക്ക് ചിന്തിക്കുന്നുണ്ടോ. യന്ത്രം, യന്ത്രി എന്നാണ് പറയാം. അപ്പോൾ ഈ യന്ത്രത്തിനെ പ്രവർത്തിപ്പിക്കുന്ന യന്ത്രത്തിൻ്റെ ശക്തിയിലേക്ക് ഞാൻ ചിന്തിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ഇന്ന് മുതൽ ചിന്തിക്കാനുള്ളതാണ്. അപ്പോഴൊരു ഉപനിഷത്ത് വിദ്യാർത്ഥി, വേദാന്ത വിദ്യാർത്ഥി എന്ന തലത്തിൽ നമ്മൾ എത്തുന്നുള്ളൂ. ഇല്ലെങ്കിൽ പുസ്തകം നമ്മൾ സ്കൂളിലൊക്കെ ഈ തത്വങ്ങൾ പഠിച്ച പോലെ നമ്മൾ ജൂൾസ് ലോ, ന്യൂട്ടൺസ് ലോ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഇതൊക്കെ പഠിച്ചു വന്ന ആൾക്കാർ എന്താ ഗുണമെന്ന് വെച്ചാൽ അതൊക്കെ അവിടെ വെച്ചിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. ഏറ്റവും വരെ നമുക്ക് ജോലി കിട്ടാൻ ഉപകരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ എപ്പോഴും ഓരോ നിമിഷവും ചിന്തിക്കാനുള്ള, ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കുമ്പോഴാണ് നിരന്തരം ഈശ്വര സ്മരണയിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നതല്ലേ. ഇപ്പോൾ സാറിന് എന്താ പറയുക, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, അത് നമ്മളിങ്ങനെ തത്തമ്മേ പൂച്ച പൂച്ച പറയണ പോലെ പോകും. പക്ഷേ ഈ സർവത്ര ഗോവിന്ദനെ കാണാൻ ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ്. ഗോവിന്ദനെ കണ്ടാലല്ലേ ഗോവിന്ദൻ്റെ നാമം പറയാൻ പറ്റുള്ളൂ. സർവത്ര ഗോവിന്ദനെ കാണണമെങ്കിൽ ഈ തലത്തിൽ വേണം കാണാൻ. ഞാൻ കാണുന്ന ഈ ഓരോ ദേഹവും അന്നമയ കോശമാണ് എന്ന് മനസ്സിലാക്കണം. അത് അന്നത്തിൽ നിന്നുണ്ടായി, അന്നത്തിൽ നിന്നു, അന്നത്തിൽ ലയിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോഴേ നമ്മൾ അതിൻ്റെ കുറച്ചും കൂടി സൂക്ഷ്മ തലങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ. അതെന്താണ് എന്ന് നോക്കാം.